നൂറയുടെ ചിരി കൊലച്ചിരി എന്ന് ശാരിക. പ്രത്യേകിച്ച് നിങ്ങളെ കാണുമ്പോഴാണ് എനിക്ക് ചിരി വരുന്നതെന്ന് നൂറ. നിങ്ങളെ എനിക്ക് കാണുന്ന ഉടനെ ചിരി വരുമെന്ന് നൂറ പറയുന്നു. നിവിൻ പറയുന്നത് എനിക്ക് ഇവിടുന്ന് ഇറങ്ങിയ ഉടനെ രേണു ചേച്ചി എയർപോർട്ടിൽ നിന്നൊക്കെ വന്ന് ഇറങ്ങുന്നത് കാണാനാണ് എനിക്ക് ആഗ്രഹമെന്ന്. അപ്പം ശാരിക പറയുന്നത് അത് നീ ഒന്ന് കാണേണ്ടതാണ്, കൂളിംഗ് ഗ്ലാസ്സൊക്കെ തലയിൽ വെച്ച് അടിപൊളിയായിട്ടൊക്കെയാണ് വരുന്നതെന്നാണ് ശാരിക പറയുന്നത്. രേണു അവിടെ കിടപ്പുണ്ട്. ശാരിക രേണു നടന്നു വരുന്നതൊക്കെ ഭയങ്കര സ്പീഡിൽ നടക്കുന്നതൊക്കെ അനുകരിച്ച് കാണിക്കുന്നുണ്ട്. ഉടനെ ബിന്നി രേണുസുതിയെ പറയുന്നു, ഇതെനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ, എനിക്ക് സമയമില്ല, ഞാൻ പൊക്കോട്ടെ, ഇങ്ങനെയൊക്കെ അനുകരിക്കുന്നുണ്ട് ബിന്നിയും രേണുവിനെ. എനിക്ക് സമയമില്ല, ഡയമണ്ട് നെക്ലസ് കിട്ടിയെന്നൊക്കെ രേണു പറഞ്ഞതായിട്ട് ബിന്നി അത് അഭിനയിച്ച് കാണിക്കുകയാണ്. ഉടനെ രേണുവിനടുത്ത് പറഞ്ഞു, ചേച്ചി ഒന്ന് കാണി ചേച്ചി, ചേച്ചി എങ്ങനെയാണ് വരുന്നത് ഒന്ന് കാണി ചേച്ചി. നിവിൻ പറയാ, പ്ലീസ് ചേച്ചി ഒന്ന് കാണിക്കുന്നു. അപ്പം രേണു പറയാം, ശരി, ചിരിച്ചോണ്ട് പറയുന്നു, ശരി ഞാൻ കാണിക്കാമെന്ന് പറഞ്ഞിട്ട് വാതിലിലോട്ട് എണ്ണിച്ച് പോവുകയാണ് കേട്ടോ. രേണു എയർപോർട്ടിൽ വന്നിറങ്ങിയപ്പം ക്യാമറയും കൊണ്ട് മീഡിയക്കാർ വന്ന് രേണുവിന് ചുറ്റും കൂടി എന്നിട്ട് ചോദ്യങ്ങൾ ചോദിക്കുമല്ലോ. അങ്ങനെ ചോദ്യം ചോദിക്കുന്നവരാണ് ശാരികയും ബിന്നിയും നിവിനും ഒക്കെ. അപ്പം രേണു അവർക്ക് അതിനുള്ള മറുപടി കൊടുക്കുക. അപ്പം ബിന്നി ചോദിക്കുന്നത്, ചേച്ചി ഇത് എവിടെ നിന്നാണ് ചേച്ചി? അപ്പം പറഞ്ഞു, ഇതെനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്, ഞാൻ ബെഹറിലായിരുന്നു. അങ്ങനെയൊക്കെ അഭിനയിച്ച് കാണിക്കുകയാണ് രേണു. അടിപൊളി കേട്ടോ. നിവിൻ വിടാൻ പാവമില്ല. ചേച്ചി അന്നത്തെ സീൻ കാണിക്കുക, കാണിക്കുക. അന്ന് കോട്ടൊക്കെ ഇട്ട് വന്ന ഒരു സീനുണ്ടല്ലോ, അത് കാണിക്കുക. ഓ അതാണോ കാണിക്കേണ്ടത്? രേണു വീണ്ടും അടുത്ത സീൻ കാണിക്കാൻ റെഡി ആവുന്നുണ്ട് കേട്ടോ. രേണു ഇറങ്ങി വരുന്ന ഉടനെ പറയുന്നു, അയ്യോ റിതപ്പ, കിച്ചു വാ. ഉടനെ ശാരിക ചോദിക്കുന്നത്, ഡയമണ്ട് റിംഗ് ആണോ ചേച്ചി ഇത്? ആ ഇതെനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാ, ദാ ഡയമണ്ട് നെക്ലസും ഉണ്ട്. ചേച്ചി അവിടെ ഭയങ്കര പാട്ടൊക്കെ ആയിരുന്നു. തീർച്ചയായിട്ടും ഞാനൊരു ആർട്ടിസ്റ്റ് അല്ലേ എന്ന് രേണു പറയാണ്. അപ്പം രേണു നടന്നു പോകുമ്പോൾ എല്ലാവരും കൂടെ രേണു 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 എന്ന് വിളിക്കുന്നത്, അതൊക്കെ രേണു കാണിക്കുകയാണ്. നിവിൻ ചിരിച്ച് തല കുത്തി മറിയുന്നുണ്ട് കേട്ടോ. ഭയങ്കര ചിരി നിവിന്. എന്തായാലും ഇതൊക്കെ പറയുന്നെങ്കിൽ ഈ രേണു വന്നപ്പോൾ ആ വീടൊന്ന് കുലുങ്ങി അനങ്ങി, ഒരു പോസിറ്റീവ് എനർജി വന്ന്. പുറത്ത് എല്ലാവരും നെഗറ്റീവ് എന്ന് പറഞ്ഞ രേണുവാണ്. രേണു ബിഗ് ബോസിൽ വന്നപ്പോൾ പോസിറ്റീവായി മാറി ആ വീട്. ഇത്രയും നേരം അവിടെ അടിയും വഴക്കും ബഹളവും ചിരിയില്ല, ഒന്നുമില്ല, അങ്ങനെ കിടന്നായിരുന്നു. എന്തായാലും ആ വീടൊന്ന് അനങ്ങിയിട്ടുണ്ട് രേണു വന്നതും. അപ്പോൾ അടുത്തൊരു ലൈവ് അപ്ഡേറ്റുമായിട്ട് വരാം. എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ.